ഒരു അധ്യയന വർഷം അവസാനിക്കുകയാണ്. അതേ കണക്കാണ് സെമിനാരിയിലും. ഒരു വർഷം അവസാനിക്കുന്നു. ബ്രദേഴ്സ് എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും സന്തോഷത്തിലുമാണ്. ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ ഫോർമാറ്റേഴ്സിൻ്റെ വല്ലാത്തൊരു ഉത്തരവാദിത്തമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു വർഷത്തെ ഓരോ കുട്ടികളുടെയും അസസ്മെൻറ്റ് ഫോം എഴുതുക എന്നുള്ളതാണ്. ഇന്ന് യേശു ചെയ്തത് അതാണ്. ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ മനോഹരമായൊരു സെൻറ്റൻസോട് കൂടിയാണ്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഉപമ പറഞ്ഞു. ആരോട് പറഞ്ഞു? തങ്ങളെ തന്നെ നീതിമാന്മാരാണെന്ന് വിശേഷിപ്പിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ചവരോട് യേശു മുഖത്ത് നോക്കി ഒരു കഥ പറഞ്ഞു. ആ കഥ ഒരു ഫരിസേയനും ഒരു പാപിയും ദേവാലയത്തിൽ പോയ കഥയാണ്. കാര്യങ്ങൾ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, അവൻ്റെ തിന്മയും അവൻ്റെ നന്മയും. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഇങ്ങനെയുള്ള കുറേ മനുഷ്യരാണ്. കുറവുകളൊക്കെ കുറേ മനുഷ്യർക്കുണ്ടാകുന്നുണ്ട്. ആ കുറവുകളൊക്കെ കൃത്യമായി അസസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യരിന്ന് കുറവാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ യേശുവിനൊരു അസസ്മെൻ്റാണ്. യേശു നല്ലൊരു ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി തൻ്റെ മുമ്പിലിരുന്ന ഫരിസേയരുടെ കാര്യം അവതരിപ്പിച്ചു. മുഖത്ത് നോക്കി പറഞ്ഞു ഒരു ഫരിസേയൻ ദേവാലയത്തിൽ പോയ ഒരു കഥ. ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതൊക്കെ ദൈവീകമാണെന്ന് ഇന്ന് നാം ചിന്തിക്കണം. തെറ്റുകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ തെറ്റുകൾ തിരുത്തേണ്ടത് ദൈവീകമാണ്. ആ ദൈവീക പാത മുഖത്ത് നോക്കിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യരെക്കുറിച്ച് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?